അങ്ങനെ അഞ്ചാമത്തെ ടാസ്കും കഴിഞ്ഞു. വീണ്ടും 50,000 രൂപ വീട്ടുകാർക്ക് കൊടുക്കാമെന്ന് ബോസ് പറഞ്ഞിരിക്കുകയാണ്. 40,000 രൂപയും ബോസ് കൊടുത്തു. വീട്ടുകാർ പൊക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന് ഇപ്പോൾ ഏതാണ്ട് 50,000 രൂപ അടുപ്പിച്ച് അക്ബറിന്റെ കയ്യിൽ മാത്രമുണ്ട്. തൊട്ട് താഴെ ആദില നിൽക്കുന്നുണ്ട്. 26,000 രൂപയോളം ആദിലയുടെ കയ്യിലും ഉണ്ട്. ഇനിയും ടാസ്കുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇനി വിന്നിങ് എമൗണ്ട് ശരിക്കും 48,85,210 രൂപ മാത്രമേ ഉള്ളൂ. 2 ലക്ഷം അടുപ്പിച്ച് ഏതാണ്ട് 2 ലക്ഷം അടുപ്പിച്ചല്ല, 1 ലക്ഷത്തിന് പുറത്ത് എന്തായാലും ഇവർ അടിച്ചെടുത്തു. അടുത്ത ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും അല്ല വിഷയം. ആദില, നൂറ, അനുമോൾ അടിച്ച് പിരിഞ്ഞ് ആകെ വിഷയമായിരിക്കും. എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ സീസൺ 5-ലെ റനീഷ, സെറീന ഈ ഒരു ഫൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സെയിം സാധനം അത് തന്നെയാണ് എനിക്ക് വീണ്ടും ഈ പ്രൊമോയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റുകൾ, പ്രൊമോയുടെ അപ്ഡേറ്റുകൾ എല്ലാം പറയാനാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ അടുത്ത ടാസ്ക് വരുന്നുണ്ട്. കാശുമേള ടാസ്ക് 2 കുഴിപ്പണം. ഇതിനകത്ത് നിന്നും മാക്സിമം നിങ്ങൾക്ക് 50,000 രൂപ അടിച്ചെടുക്കാനായിട്ട് പറ്റും. വേറെ ഒന്നുമല്ല, ഒരു വൃത്താകൃതിയിലുള്ള ഒരു പ്രതലമുണ്ട്. ഈ പ്രതലത്തിലേക്ക് നമുക്ക് പിടിക്കാനായിട്ട് ഒരു പിടിയും ഉണ്ട്. വൃത്താകൃതിയിലുള്ള ഈ പ്രതലത്തിൽ, ഇത് നമുക്ക് വൃത്താകൃതി എന്ന് വെക്കാമേ, ഈ പ്രതലത്തിൽ കുറേ ഹോളുകളുണ്ട്. ഈ പ്രതലം ശരിയാവില്ല. ഓക്കെ, ഇതൊരു പ്രതലമാണെന്ന് ഇരുന്നോട്ടെ. വൃത്താകൃതിയിലുള്ള ഈ പ്രതലത്തിൽ കുറേ ഹോളുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമ്മൾ ബോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ബോൾ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഈ വൃത്താകൃതിയിലുള്ള ഈ പ്രതലത്തിൻ്റെ ഭാഗത്തായിട്ട് 5 കപ്പുകൾ വെച്ചിട്ടുണ്ട്. 5 കപ്പുകൾ. ഈ കപ്പ് ഓരോ കപ്പിലും ബോൾ വീഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ബോൾ വീഴ്ത്തുന്ന നിസാര പണിയല്ല. കാരണം ഈ പറയുന്ന പ്രതലത്തിൽ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസിലൊന്നും വീഴാതെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അനക്കി വേണം ഇതിൻ്റെ തുമ്പറ്റത്തുള്ളതിനകത്തോട്ട് വീഴ്ത്താനായിട്ട്. ഓരോ കപ്പിൽ ബോൾ വീഴ്ത്തുമ്പോഴത്തേക്കും 10,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. വീഴ്ത്തിയതിനകത്ത് തന്നെ വീണ്ടും വീഴ്ത്താനായിട്ട് പറ്റത്തില്ല. 1 മിനിറ്റാണ് സമയമുള്ളത്. വീണ്ടും തറ വീഴുന്ന ബോൾസ് എടുത്തിട്ട് ചെയ്യണം. ഹെൽപ്പറിനെ വെക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അനീഷാണ് ചെയ്യുന്നത്. 10,000 രൂപ അനീഷിന് കിട്ടുന്നു. അതായത് ഒരെണ്ണത്തിൽ അനീഷ് വീഴ്ത്തുന്നു. അടുത്ത് രണ്ടാമത് അക്ബറാണ് ചെയ്യുന്നത്. അക്ബർ 2 എണ്ണത്തിൽ വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ അക്ബറിന് 20,000 രൂപ കിട്ടുന്നു. നൂറ മൂന്നാമത് ചെയ്യുന്നു, ഒന്നും തന്നെ കിട്ടുന്നില്ല. 4ാമത് സാബുമേൻ ചെയ്ത് 10,000 അടിച്ചെടുക്കുന്നുണ്ട്. 5ാമത് അനുമോൾ ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ല. 6ാമത് ഷാനവാസ് ആദിൽ ചെയ്യുന്നു, ഒന്നും കിട്ടുന്നില്ല. 7ാമത് ഷാനവാസ് ചെയ്യുന്നു. ഷാനവാസിന്റെ കയ്യിൽ നിയന്ത്രിക്കാൻ പോലും ആ സാധനം പറ്റുന്നില്ല. അപ്പോൾ മൊത്തം 50,000 രൂപ ഇതിനകത്ത് കൊടുത്തതിൽ 4 എണ്ണത്തിലും ബോൾ ഇടുന്നുണ്ട്. 5ാമത്തേലായിട്ട് ഇവർക്ക് ബോൾ ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ 40,000 രൂപ കണ്ടസ്റ്റൻസിന് കിട്ടുന്നുണ്ട്. ശേഷം നെവിൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നെവിൻ അതിനകത്ത് ട്രൈ ചെയ്യുന്നത് കുറച്ചും കൂടി, ഞാൻ ആലോചിച്ചു, ഇവർക്ക് ഈ പ്രതലത്തിന്റെ സൈഡിൽ ഒരു പൊത്തും ഇല്ല. അപ്പം ഈ അതിലേക്കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചരിച്ചൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കൂടെ എന്നിങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചു. ഡിഫിക്കൽട്ടാണ് സാധനം. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നെവിൻ ഈ സാധനം ചെയ്തു. നെവിൻ അത് ഒരൊറ്റ ട്രൈ തന്നെ, അത് വീണിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഏതാണ്ടൊക്കെ അടുത്തെത്തി. അപ്പം അതുപോലെ ഒക്കെ ഇവർക്ക് ബുദ്ധി പ്രയോഗിച്ച് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം ഈ ടാസ്ക് 5 ടാസ്കുകളാണ് ഇപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ 5 ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ഒരെണ്ണം പെരുമഴ, 2ാമത്തത് ചെക്ക്, 3ാമത്തത് മണി, 4ാമത്തത് ഇന്ന് രാവിലെ നടന്നിട്ടുള്ള പണക്കാറ്റ്, 5ാമത്തത് ഈ പറയുന്ന കുഴിപ്പണം. ഓക്കെ, അപ്പോൾ ഈ 5 ടാസ്കുകൾ കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ 1,14,790 രൂപ തീർന്നു, കാലിയായി. ഇനി ബാക്കി വിന്നിങ് എമൗണ്ട് 48,85,210 രൂപയാണ് ബാക്കിയുള്ളത്. ഇതുവരെ എല്ലാവരും കൂടി 1,14,790 രൂപ അടിച്ചെടുത്തു. നിലവിൽ അവർ നിൽക്കുന്ന പൈസ കണക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓർഡർ വൈസിട്ടാണ് പറയുന്നത്. ബൈ പൊസിഷൻ അക്ബറിനാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത്. 46,510 രൂപ അക്ബറിന്. 2ാമത് ആദില 26,390 രൂപ. 3ാമത് സാബുമേൻ 11,830 രൂപ. 4ാമത് അനീഷ് 11,610 രൂപ. 5ാമത് ഷാനവാസ് 11,280 രൂപ. 6ാമത് അനുമോൾ 6,340 രൂപ. 7ാമത് നൂറ 830 രൂപ. 8ാമത് നെവിന് ഒന്നും തന്നെ ഇല്ല.
ഇതാണ് ലൈവിൽ അവിടെ നടന്ന അപ്ഡേറ്റ്. ഇനി ദെൻ ആദിലയും നൂറയും അനുമോളുമായിട്ട് ഉച്ചയ്ക്ക് നടന്ന പാത്രത്തിന്റെ പേരിലുള്ള വിഷയമാണ്. രാത്രിയിൽ അനുമോൾ പറയുന്നുണ്ട് എന്താണ്, എൻ്റെ അടുത്ത് നീ ടോപ്പ് 5 വന്നതിൻ്റെ അഹങ്കാരമല്ലേ നൂറ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂട്ടാൻ പറ്റുന്നവരെ കൂട്ടാവും, നിനക്ക് അഹങ്കാരമാണ്, നിന്റെ മനസ്സ് നിറയെ കറുപ്പാണെന്ന് ആദില പറയുന്നുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ എന്തിനാണ് നിന്നതെന്ന് എനിക്ക് അറിയാമെന്ന് അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ ആദില ഭയങ്കര കടച്ചിലാണ്, നമുക്ക് ആരുമില്ല, എന്തിനാ ബേബി നമ്മളെങ്ങനെ ഇവരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് കൂടാൻ മാത്രമുള്ള ക്വാളിറ്റി നമുക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു പ്രമോ. അടിച്ച് പിരിഞ്ഞെന്നാണ് ലക്ഷണം കണ്ടിട്ട് മനസ്സിലാവുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. ലൈവിൽ അത് വരട്ടെ, അല്ലെങ്കിൽ എപ്പിസോഡിൽ വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.